ഞാൻ ചിലപ്പോഴൊക്കെ ഈ ദിവസങ്ങൾ ചിന്തിച്ചു, ഇന്ന് നമ്മുടെ സമൂഹത്തിന് മൊത്തം എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരു അപസ്മാരം ഉണ്ടോന്ന്. ചിന്തകൾ, സംസാരങ്ങൾ, പെരുമാറ്റം ഒന്നേ മുകളിലേക്ക് അല്ലെ താഴേക്ക്. അതായത് ഒരു എക്സ്ട്രീം പോകാനുള്ള പ്രവണത ഈ വർഷങ്ങളിൽ, ഈ ദിവസങ്ങളിൽ സമൂഹത്തിൽ വളർന്നു വരിക. അത് മതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും ഞാൻ ഈ സമൂഹത്തിൽ കാണുന്ന പ്രത്യേകത എക്സ്ട്രീം പോവാട്ട് തോന്നി. ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആത്മീയതയിലും ഈ കാലഘട്ടങ്ങളിൽ അറിയാണ്ട് ഒരു എക്സ്ട്രീമിലേക്ക് കുതിക്കാനുള്ള പ്രലോഭനം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് പല ധ്യാനഗുരുക്കന്മാർക്കുണ്ട്, പല ഇടയശ്രേഷ്ഠന്മാർക്കുണ്ട്, പലർക്കുമുണ്ട്. സാധാരണയൊന്നും പറഞ്ഞ ഏഷ്യല്ല. അതുകൊണ്ട് ഇച്ചിരി അതിശയമായ കാര്യങ്ങളൊക്കെ വെച്ച് കാച്ചേക്കാൻ ചിന്തിക്കുന്നു. മറ്റുള്ളവരെയൊക്കെ മാനിക്കാനും മറ്റുള്ളവരെയൊക്കെ അംഗീകരിക്കാനും മറ്റുള്ളവരുടെ ഒപ്പം നടക്കാനാവുന്ന ഒരു മാനസിക പക്വത കടന്നു പോവുക. എല്ലാവരും തീവ്രവാദങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കാം. കൊന്തയിടുന്നവരും വെന്തിങ്ങ ധരിക്കുന്നവരും ഗോപിക്കുരി വരിക്കുന്നവരും നിസ്കാരത്തഴമ്പുള്ളവരും അമ്പലങ്ങളിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായ ഒരു ജനസമൂഹമാണ് മലയാളി. പക്ഷേ മതത്തിൻ്റെ കാര്യത്തിൽ എത്രമാത്രം ഉള്ളിൽ പകയാണ് പലരും കൊണ്ടുനടക്കുന്നത്. മറ്റുള്ളവരെ അംഗീകരിക്കാനും ആദരിക്കാനും ഒക്കെ അവിടെ നന്മകൾ സ്വീകരിക്കാനൊക്കെ മനസ്സ് അടച്ചു വെച്ചിരിക്കുക, തയ്യാറാകുന്നില്ല. വ്യക്തികളും മനസ്സുകളും ഒക്കെ ചേർന്ന് നിന്നാൽ മാത്രമേ ഈ നാട്ടിൽ നന്മയും സൗന്ദര്യം ഉണ്ടാവുകയുള്ളൂ. അകന്നു മാറാനും ഭിന്നിച്ചു മാറാനും വിഘടിച്ചു മാറാനും പറയുന്ന ഒന്നും സൗന്ദര്യത്തിൻ്റെയും നന്മയുടെയും വക്താക്കളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ വ്യക്തിയോടും ആവശ്യപ്പെടുന്നത്, നമ്മുടെ മനസ്സിൽ ഒരു മിതത്വവും സഹവർത്തിത്വവും നമ്മൾ എന്നും സൂക്ഷിക്കണം. ഒന്നിൻ്റെയും എക്സ്ട്രീമിലേക്ക് പോരുത്. മറ്റു മതങ്ങളൊക്കെ പിശാചിൻ്റെ അവതാരങ്ങളാണെന്നും അവരെ തൊടരുത്, മിണ്ടരുത്, സംസാരിക്കരുത്, അവിടെ വീട്ടിൽ പോകരുത് എന്ന് പറഞ്ഞു വെക്കുന്ന വളരെ കഠിനമായ, വളരെ മതതീവ്രതയായ പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിപ്പോയി. ഇതെന്താ ഇവരിങ്ങനെ പറയുന്നത്? നമുക്ക് എല്ലാ മതങ്ങളെയും അംഗീകരിക്കണം, അവിടെ നന്മകളൊക്കെ അംഗീകരിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കുന്നത് ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നിൻ്റെയും തീവ്രവാദത്തിൽ പെട്ടുപോയേക്കരുത്. തീവ്രത ഒന്നിനും പരിഹാരമില്ല. യൂറോപ്പിലൊക്കെ മതത്തിൻ്റെ പേരിൽ കൊന്നിട്ടുണ്ട്, മതത്തിൻ്റെ പേരിൽ യുദ്ധം നടന്നിട്ടുണ്ട്. ഇന്ന് അതിനൊന്നും പ്രസക്തിയില്ല. മതത്തിന് മനുഷ്യനെ സ്നേഹിക്കാനും വളർത്താനുള്ള പ്രോത്സാഹനജനകമായ ചിന്തകളെ കൊടുക്കാൻ അവകാശമുള്ളൂ. ആരെയും വേർതിരിക്കാനും ആരെയും അധിക്ഷേപിക്കാനും ആരെ കുറ്റപ്പെടുത്താനും ആരെ നശിപ്പിക്കാനും ഒരു മാത്രം അവകാശമില്ല. എല്ലാ മതങ്ങളും ലക്ഷ്യം വെക്കേണ്ടത് മറ്റുള്ളവൻ്റെയും സമൂഹത്തിൻ്റെയും നന്മ മാത്രമാണ്. ഞാൻ ഗ്രാമത്തിൽ മലകളിൽ നിന്നൊക്കെ വെള്ളം കൊണ്ടുവരുന്ന പൈപ്പുകൾ ശ്രദ്ധിക്കാറുണ്ട്. ഓസ് എന്നൊക്കെ പറഞ്ഞു നോക്കും. ഈ ഓസ് പൊട്ടിയിരുന്ന വെള്ളം ചീറ്റും. ചിലരുടെ മനസ്സിൽ പൊട്ടിയിരിക്കുക, അതുകൊണ്ട് ചീറ്റിക്കൊണ്ടിരിക്കുക. അവരെല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എല്ലാവരെയും കുറിച്ച് വികൃതമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. അവിടെ മനസ്സിന് വിശാലതയില്ല. അതാ പ്രശ്നം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ ഉൾക്കൊള്ളാനാവുന്ന വിശാലത വേണം. അത് നമ്മുടെ സഭാ സംവിധാനങ്ങളിലും ഞങ്ങളെപ്പോലെ ഇടയന്മാരും നേതാക്കന്മാരും ഒക്കെ പ്രതിപക്ഷ സ്വരങ്ങളെ കേൾക്കാനും കാണാനും ഒക്കെ തയ്യാറാകണം. കാലം നമ്മളെ പഠിപ്പിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ സ്വരങ്ങളും എൻ്റെ സമയങ്ങളും ഞാൻ മാറ്റിവെക്കണമെന്നും. അതായത് അധികാരത്തിൻ്റെ ഗർവുകൾക്കോ പിടിവാശികൾക്കോ അല്ലെങ്കിൽ അസാമാന്യമായ സമരങ്ങൾക്കൊന്നും ഇനി പ്രസക്തിയില്ല. അതുകൊണ്ടൊന്നും ഒരു സമൂഹത്തെ നയിക്കാനും പറ്റില്ല. ഇവിടെ പൊരുത്തത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ചേർത്ത് നിൽക്കുന്നതിൻ്റെയും ഒരു സംസ്കാരമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഞാനൊക്കെ ഓർക്ക് എൻ്റെ ഗ്രാമത്തിലെ സ്കൂളിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പഠിച്ചിട്ടുണ്ട്. അതുണ്ടാക്കിയ മനസ്സിൻ്റെ ഒരു ബന്ധവും ബലമുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, ഈ ഒരു വിശാലതയുടെ സംസ്കാരം പഠിപ്പിക്കാനായിരിക്കാം നമ്മുടെ മലയാളികളുടെ മനസ്സിൽ നിന്നും ഈ വിശാലതയുടെ സൗന്ദര്യം പോകുന്നുണ്ടായിരിക്കാം ഇടയ്ക്കിടയ്ക്ക് പ്രളയം വന്ന് ഈ മതിലുകളും വേലുകളൊക്കെ തകർത്ത് കളയുന്നത്. നമ്മൾ പഠിക്കണം. നമ്മൾ കെട്ടിപ്പൊക്കുന്ന വേലുകളും മതിലുകളും ഒക്കെ അവരെന്നെ അകറ്റി നിർത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ സുരക്ഷിതത്വവും നന്മകളും കുറച്ച് കളയുകയാണെന്നും പഠിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു സഹവർത്തിത്വത്തിൻ്റെ ശൈലിയിലേക്ക് എത്തണം. തീവ്രവാദത്തിന് പ്രസക്തിയില്ല. മറ്റുള്ളവരൊക്കെ ശത്രുക്കളും കള്ളന്മാരും മോശക്കാരുമാണെന്ന് പറയുന്നത് പ്രസക്തിയില്ല. എല്ലാവരിലും നന്മയുടെ കണികയുണ്ട്, എല്ലാവരിലും പ്രകാശമുണ്ട്. ആ പ്രകാശത്തെ ഞാൻ സ്വീകരിക്കണം. ഞാൻ മാത്രമാണ് പ്രകാശത്തിൻ്റെ ഹോൾസെയിൽ കച്ചവടമെന്നൊന്ന് ആരും ശാഠ്യം പിടിക്കരുത്. മറ്റുള്ളവരെ ഉൾക്കൊണ്ടും അവരെ ചേർത്ത് നിർത്തിയും കൊണ്ടുവന്ന ഒരാത്മീയതയെക്കുറിച്ച് ഗൗരവമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം.
നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു മിതത്വത്തിൻ്റെയും പക്വതയുടെയും പാകതയുടെയും പുതിയ ഉണർവുകൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.